ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മീര എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മീര. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. 5 വർഷത്തിന് മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഞങ്ങളുടേത് വീട്ടുകാരെ ധിക്കരിച്ചുള്ള ഒരു പ്രേമവിവാഹമായിരുന്നു. ഹസ്ബൻഡ് എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. എനിക്ക് ഇവിടെ ഒരു സൊസൈറ്റിയിൽ ജോലിയുണ്ട്. വിവാഹത്തിന് മുമ്പേ എനിക്ക് സൊസൈറ്റിയിൽ ജോലിയുണ്ട്. അതുകൊണ്ട് വിവാഹശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു വാടക വീടെടുത്ത് താമസിച്ചു. എൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ പോയില്ല. പിന്നെ ഒരാൺകുട്ടി ഉണ്ടായ ശേഷം വീട്ടുകാർക്ക് ഞങ്ങളോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നല്ലാതെ ഒരിക്കലും ഞങ്ങൾ 2 വീട്ടുകളിലും പോയി താമസിക്കാറില്ല. എൻ്റെ അച്ഛൻ ഈ വിവാഹത്തിന് ഒട്ടും സമ്മതമല്ലായിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്ക് ഗർവമൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു. എന്തായാലും 1.5 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചു. അനിയത്തിയുടെ കല്യാണവും കഴിഞ്ഞിരുന്നു. അമ്മ ആ വീട്ടിൽ തനിച്ചാണ്. എന്തായാലും ഞങ്ങൾ അംഗീകരിക്കാത്ത ആ വീട്ടിൽ കയറി താമസിക്കാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു. അമ്മ പിന്നീട് തനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, എടി ഞാനും കൂടി നിങ്ങളുടെ വീട്ടിൽ വന്നോട്ടെ, അവിടെ കാണാൻ താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ ആ വീട്ടിൽ വന്ന് താമസിക്കില്ല, നമുക്ക് വേറെ വീട് നോക്കാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടി സൗകര്യമുള്ള വീട്. ഇതിനടുത്ത് തന്നെ വേറെ വാടക വീടുണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾ താമസം മാറി. അമ്മയും വന്നു. 3 ബെഡ്റൂമുള്ള ഈ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമയ്ക്കും സമ്മതമായിരുന്നു. അമ്മ അവിടെ ഞങ്ങളുടെ കൂടെ താമസമാക്കി. അത് കഴിഞ്ഞ ശേഷം ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ പോയി എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് വരും. എൻ്റെ അനിയത്തിയുടെ വിവാഹം വളരെ ആർഭാടത്തോടുകൂടിയാണ് നടത്തിയത്. അങ്ങേരും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. ഞാൻ പോയതുമില്ല. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നോട് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മ അച്ഛൻ്റെ പെൻഷൻ പാതി കിട്ടുന്നതിൽ നിന്ന് പാതിയൊക്കെ ഈ വീട്ടിലേക്ക് ചിലവാക്കും. വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ ചിലവാക്കുന്ന കൂട്ടത്തിലാണ്. അമ്മയ്ക്ക് പണ്ടേ വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല. പിന്നെ അച്ഛനെ പേടിച്ചാണ് പുള്ളിക്കാരി ജീവിച്ചിരുന്നത്. അനിയത്തിക്കാണെങ്കിൽ സൗന്ദര്യമില്ലാത്തവരെ ഒട്ടും ഇഷ്ടമില്ല. എന്നോട് അന്നേ പറഞ്ഞതാണ്, സുന്ദരിയായി ചേച്ചി ഇത്രയും ഗ്ലാമർ ഇല്ലാത്തൊരുത്തനെ എന്തിനാ കല്യാണം കഴിക്കുന്നത്, എന്ത് കണ്ടിട്ടാ എന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാനിപ്പോൾ പറയും, അതെ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. നീ കല്യാണം കഴിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളൊരുത്തനെ നോക്കി മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയും. അവളപ്പോൾ പറയും, അത് അങ്ങനെയുള്ളൂ, ആരെ കണ്ടാലും നോക്കിപ്പോകുന്നൊരു ചെക്കനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, അല്ലാതെ ചേച്ചി പോലെ ഇങ്ങനെയുള്ളൊരുത്തനെ ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് അന്നേ വഴക്കായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി അവൾ എന്നോട് മിണ്ടാതമായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അനിയനെ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതും അമ്മയുടെ മൊബൈലിൽ. പുള്ളി മിക്കവാറും ദിവസങ്ങളിൽ അമ്മയെ വിളിക്കും, അവളും വിളിക്കും. എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നത് അവർക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെ അവർ കുറേ ദൂരെയാണ്. അതുകൊണ്ടാണ് അമ്മ എൻ്റെ കൂടെ താമസിപ്പിക്കാൻ സമ്മതിച്ചത്. എൻ്റെ ഭർത്താവിന് എൻ്റെ അമ്മയെ വലിയ കാര്യമാണ്. അമ്മയ്ക്കും ഭർത്താവിനോട് യാതൊരു വിധത്തിലുള്ള പിണക്കവുമില്ല. അമ്മയുടെ ഇഷ്ടാനുസരണം ഓരോ സാധനങ്ങൾ വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് പാചകം ചെയ്യുകയും അല്ലെങ്കിൽ അമ്മ കഴിക്കുന്നത് നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും. അമ്മ പറയും, ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല സ്വഭാവമാണല്ലോ മോളെ ഇവനെന്ന്. ഞാൻ പറയും, കണ്ടോ, ആദ്യം അമ്മയ്ക്ക് സമ്മതിച്ചാൽ പോരായിരുന്നു, അത് പിന്നെ നിൻ്റെ അച്ഛനുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ സമ്മതിക്കുക, എനിക്കങ്ങനെ പേടിയല്ലേ, എന്തായാലും ഇപ്പം എല്ലാം ഓക്കെ ആയല്ലോ എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഭർത്താവാണ് അമ്മയെ അവിടെ വൃത്തിയാക്കാൻ കൊണ്ടുപോകാറുള്ളത്. ഒരു 3-4 മണിക്കൂറോടെ ചിലവഴിച്ചിട്ട് അമ്മ തിരിച്ചു വരികയും ചെയ്യും. അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുമെല്ലാം എൻ്റെ ഹസ്ബൻഡാണ്. പക്ഷേ ഹസ്ബൻഡ് വീടിനകത്ത് കയറില്ല. പിന്നെ എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയുണ്ട്. എൻ്റെ കൂടെ പഠിച്ചതാണ്. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അവരുടെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവളെ കാണാം. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊച്ചിയിലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിൽ പോയതുകൊണ്ട് അവൾ തിരിച്ചു വന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായെങ്കിലും അവൾക്കും ഭർത്താവിനും കുട്ടികളൊന്നുമില്ല. അതിൻ്റേതായ ചില പരിഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഈ വീട്ടിൽ വന്ന ശേഷം അവൾ എന്നെ വിളിച്ച് കരയുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറയും, സാരമില്ലെന്ന്. ഞാനാണെങ്കിൽ എൻ്റെ വീടിൻ്റെ സൈഡിലേക്ക് പോകാറില്ല. അവിടെയുള്ള ആൾക്കാരെയൊക്കെ അഭിമുഖീകരിക്കാൻ എനിക്ക് പ്രയാസമാണ്. മിക്കവാറും ഞങ്ങൾ 2 പേരും കൂടെ ടൗണിൽ വെച്ചാണ് സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുകയും ഓരോന്ന് വാങ്ങാനൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം പുതുക്കിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓരോ കഥകൾ പറയുന്ന കൂട്ടത്തിൽ കുട്ടികളില്ലാത്തതിൻ്റെ കഥ അവൾ പറയുകയായിരുന്നു. അവളുടെ ഭർത്താവിനാണ് കുറ്റമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുന്നത് അവളെയാണ്. ശരിക്കും അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ കുറച്ചൊക്കെ ടോക്സിക്കാണ്. പക്ഷേ ഭർത്താവ് അവരെ ഒന്നും പറയില്ല. അവരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് അവൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. പിന്നെ അവൾ കൂട്ടത്തിലൊന്ന് പറഞ്ഞു, നിന്റെ ഭർത്താവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്കൊരു മുതൽക്കൂട്ടാണ്. എന്തൊക്കെ ജോലികളാണ് പുള്ളി വന്ന് അവിടെ ചെയ്യുന്നത്. അമ്മ നോക്കി നിൽക്കുകയല്ലേ ഉള്ളൂ. വീട്ടിലെ കാര്യങ്ങളെല്ലാം അവിടെ വന്ന് വൃത്തിയാക്കുന്നത് നിന്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി.
നീ എന്തൊക്കെയാടി പറഞ്ഞത്? ചേട്ടൻ എൻ്റെ വീട്ടിൽ കയറില്ലല്ലോ. അമ്മ അവിടെ പഠിക്ക് വരെ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ പിന്നെ ഓട്ടത്തിന് പോകും. പിന്നെ അമ്മ വിളിക്കുമ്പോൾ വന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. ആഹാ, ഇതെന്ത് മറിമായം! എന്നിട്ട് അയാൾ അമ്മയെ കൊണ്ടുവന്ന ഉടനെ തന്നെ വീട്ടിനകത്തേക്ക് അമ്മയുടെ കൂടെ കയറിപ്പോകുമല്ലോ. എന്നിട്ട് കുപ്പിന്ന് വന്ന പൂവത്തെ പോലെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കും. മുറ്റം വരെ തൂക്കുന്നത് അങ്ങേരാണ്. നിന്റെ അമ്മ അവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഇടയ്ക്ക് ചായയോ കാപ്പിയോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന കാണാം. രണ്ടുപേരും കൂടെ അവിടെ വലിയൊരു കൂടിനകത്ത് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. ഇടയ്ക്ക് നിന്റെ അമ്മ എന്നെ വിളിക്കല്ലോ, മോളെ ചായ ഇട്ടിട്ടുണ്ട് വേണോ എന്നൊക്കെ ചോദിച്ച്. എൻ്റെ മുഖഭാവം ഞെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, അവരെന്താ നിന്നോട് പറഞ്ഞത്? അല്ല, അമ്മയും ചേട്ടനും ഒക്കെ പറഞ്ഞത് അമ്മ അവിടെ കൊണ്ടുവിടും, പിന്നെ അമ്മ വിളിക്കും, അപ്പം തിരിച്ചു കൊണ്ടുവരും എന്നാ പറഞ്ഞത്. എടി, അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ ഓട്ടത്തിനൊന്നും പോകില്ല. നിന്റെ അമ്മയെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടി അമ്മയ്ക്ക് പ്രായമായില്ലേ, വയ്യാന്ന് വിചാരിച്ച് പുള്ളി എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. വീട്ടിനകത്ത് കയറുന്നത് എനിക്കിഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് എന്നോട് പറയാത്തതെന്നും. അപ്പം അവളൊന്ന് അമർത്തി മൂളി. ഞാൻ ചോദിച്ചു, നീ എന്താടി ഇങ്ങനെ പ്രത്യേകമായിട്ട് മൂളുന്നത്? എന്തൊരു പ്രശ്നമുണ്ടോയെന്ന്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, എടി മോളെ, ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ, പലരും പലതും പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, നിൻ്റെ അമ്മയെ എനിക്കും അറിയാം, നിൻ്റെ ഭർത്താവിനെ എനിക്കറിയാം. എന്താടി നീ ഒന്ന് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അവൾ പറഞ്ഞു, രണ്ടുപേരും ആ 3-4 മണിക്കൂർ അകത്തും പുറത്തുമായിട്ട് ജോലിയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് രണ്ടുപേരെയും കാണാറില്ല. അപ്പുറത്ത് വേറൊരു ചേച്ചിയുണ്ട്, സുധ ചേച്ചി. ഒരു ദിവസം അടുക്കള ഭാഗത്ത് യാദൃശ്ചികമായി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയുടെയും മരുമകൻ്റെയും ലീലാവിലാസം കണ്ടെന്നാണ് പറഞ്ഞത്. അവരാണെങ്കിൽ അടുത്തുള്ള എല്ലാവരോടും പറഞ്ഞു, നിനക്കറിയാമല്ലോ അവരുടെ തൊഴിൽ. ഇപ്പം ആഴ്ചയിൽ നിന്റെ ഭർത്താവും നിന്റെ അമ്മയും അവിടെ വൃത്തിയാക്കാൻ വരുന്നത് കാണുമ്പോഴേ ആളുകൾ ഒളിഞ്ഞു തെളിഞ്ഞു നോക്കിയാണ്. ഇതുവരെ പക്ഷേ നിന്റെ അമ്മയുടെയും നിന്റെ ഭർത്താവിൻ്റെയും കാതിൽ ഇത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരവിടെ നന്നായി പൂണ്ട് വിളയാടുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കത് അത്യന്തം ഷോക്കായിട്ടുള്ളൊരു ന്യൂസായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ എന്നോട് നേരത്തെ ഇത് പറയാതിരുന്നത്? ഇല്ലടി, ഇപ്പം കുറച്ച് മാസമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കാണാത്ത ഞാൻ എന്തിനാ ഗോസിപ്പ് പറഞ്ഞത്? എങ്കിലും ഇങ്ങനൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരം സംശയങ്ങളൊന്നും തീർക്കേണ്ടത് ഞാനല്ലല്ലോ, നീയാണ്. പിന്നെയും പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നീ കണ്ടുപിടിക്കണം. അവർ രണ്ടുപേരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും അവർക്കില്ല. കാര്യം നീ ഇങ്ങോട്ട് വരില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അമ്മായിമ്മയും മരുമകനുമാണ്, കൂടുതലൊന്നും ആർക്കും പറയാനും പറ്റില്ല. നിന്റെ വീട്ടിലേക്ക് നീ കാലെടുത്ത് വെക്കില്ല എന്നുള്ള ശബ്ദം അത് പിൻവലിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ മിടുക്കുകയാണെങ്കിൽ അവർ വരുമ്പോൾ ഒന്നും അറിയാതെ അവരോട് പറയാതെ 1, 2, 3 ദിവസം രഹസ്യമായിട്ട് വന്ന് പരിശോധിക്കുക. അപ്പോൾ കള്ളക്കളി നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ പുറത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അകത്ത് കയറി പോകുന്ന സമയത്ത് നിന്നെ ഞാൻ വിളിച്ചറിയിക്കാം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കും അതിന് ഗുഡൻസുകൾ കണ്ടുപിടിക്കണം. ഇതിൽ സത്യാവസ്ഥ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാതെ മുന്നോട്ട് പോയാൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ശരിയടി, അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. വലിയൊരു സംശയവും ഭാരവുമായിട്ടാണ് അന്ന് ഞാൻ വീട്ടിൽ ചെന്നത്. രണ്ടുപേരെയും ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഒന്നും പറയാൻ പോയില്ല. ഇപ്പം വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. തെളിവ് കിട്ടാതെ ഒന്നും പറയാൻ പാടില്ല. ഭർത്താവ് വന്നപ്പോഴേ അമ്മ ഓടി ചെന്ന് ചായ ഇട്ടാൻ കൊടുക്കുന്നു. മോനി, ബോണ്ട ഇരിപ്പുണ്ട്, വേണോ എന്നൊക്കെ ചോദിക്കുന്നു. അമ്മയുടെ കൊഞ്ചലും കുഴച്ചിലുമല്ലേ എന്ന് എനിക്കിപ്പോൾ തോന്നി. ആദ്യം തോന്നി എന്താണ്, വാത്സല്യമാണല്ലോ, സ്വന്തം മോൻ എടുത്തു കൊടുക്കുന്ന പോലെ ചായയും കടിയുമൊക്കെ എടുത്തു കൊടുക്കുകയായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെയും സംശയാസ്പദമായ പല കാര്യങ്ങളുമുണ്ടെന്ന് എനിക്ക് തോന്നി. അതോ മനസ്സിൽ സംശയമുള്ളത് കൊണ്ടാണോ? എന്തായാലും ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കണം. 10 വട്ടം പോയാലും വേണ്ടില്ല, മറഞ്ഞു നിന്ന് ഇതിൻ്റെ യഥാർത്ഥ കാര്യം കണ്ടുപിടിച്ച് എന്നിട്ട് ചാടി വീഴണം. രണ്ടിനെയും ഒരു പാഠം ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിൽ പ്രതികാരാഗ്നി ആളിക്കത്തി. എന്തായാലും അടുത്ത ആഴ്ച തന്നെ പോകണം. ഭാഗ്യത്തിന് എനിക്ക് അവധിയുള്ള ദിവസമാണ് അമ്മ പോകുന്നത്, ഞായറാഴ്ചയോ അതുപോലുള്ള സമയത്ത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ഞാനങ്ങോട്ട് ചെല്ലില്ലെന്ന് അവർക്ക് ഉറപ്പാണല്ലോ. അന്നത്തെ ഞായറാഴ്ച അവർ പോകാൻ നേരത്ത് ഞാൻ അവളെ വിളിച്ചു. എടി, രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇന്ന് ഞാൻ നോക്കാം മോളെ, നിന്നെ ഞാൻ വിളിക്കാം. ആദ്യം മുറ്റത്താണ് പണി.
പിന്നെ അകത്ത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്ന് ഒരു ചായ കുടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറിപ്പോകും. പിന്നെ 1.5 മണിക്കൂർ ആ സമയത്ത് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഉച്ച കഴിഞ്ഞാണ് പോകുന്നത്. അവർ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്പലത്തിൽ പോകുമെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, ആ എങ്കിൽ ഞാൻ 1-2 മണിക്കൂർ കഴിഞ്ഞ് താമസിച്ച് വന്നാൽ മതിയല്ലോ, അന്നേരം വന്നാൽ മതി മോനെ, ഞാൻ വിളിക്കാമെന്ന്. അത് കേട്ടെൻ്റെ ഭർത്താവ് തലയാട്ടുന്നു. തല ഞാൻ നന്നായി ആട്ടിക്കാം, എൻ്റെ മനസ്സ് പറഞ്ഞു. എന്തായാലും ഒരു 3:30 ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ വിളിച്ചു. എടീ, രണ്ടുപേരും കൂടെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ, നീ പതുക്കെ വന്നോളെന്ന് പറഞ്ഞു. ഞാനപ്പോൾ മോനെ അപ്പുറത്തെ വീട്ടിലാക്കി. അവിടെ അവൻ ഇരുന്നോളും. സമപ്രായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവർക്കും ഇവനോട് ചെല്ലുന്നത് വലിയ ഇഷ്ടമാണ്. വേണമെങ്കിൽ നോക്കിക്കോളും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ ഒരുങ്ങിയിറങ്ങി. എൻ്റെ സ്കൂട്ടിയിൽ വീടിൻ്റെ ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്തായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു. എടി, രണ്ടുപേരും കൂടെ ഇപ്പോൾ വന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇനി കയറിപ്പോയിട്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയില്ല. നീ ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അവർ അകത്തേക്ക് കയറിപ്പോയി. അവൾ പറഞ്ഞു, ആ ഇനിയിപ്പോൾ പതുക്കെ വന്നു, വണ്ടി അവിടെ എങ്ങാനും വെച്ചിട്ട് നടന്നു വന്നാൽ മതി. നിൻ്റെ വീടല്ലേ, പുറകുവശത്തോടെ കയറി വരുന്ന വഴിയൊക്കെ നിനക്ക് അറിയില്ലേ, പമ്മി പതുമി പോകണം, അല്ലെങ്കിൽ മോളെ ഒന്നും കാണാൻ പറ്റില്ല, ഉള്ളതാണോ കള്ളമാണെന്ന് പോലും നമുക്കറിയില്ല എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ഞങ്ങളുടെ റോഡിൽ കൊടുന്ന് നടന്നു പോകുന്നതല്ല. എന്നെ കണ്ടപ്പോൾ 2-3 പേര് എന്താ അവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വീട്ടിലേക്കൊന്ന് പോവുകയാണെന്ന്. ആഹാ, അപ്പോൾ വീട്ടിലൊക്കെ വരാൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞു വരാൻ തുടങ്ങിയെന്ന്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ. റോഡിൽ നിന്ന് ഞങ്ങളുടെ പുരയിടത്തിന് സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. അതുവഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ പുറകുവശത്ത് വരാം. ഞാൻ അങ്ങനെ വീടിൻ്റെ പുറകുവശത്ത് ചെന്നു. ആ സമയത്ത് അടുക്കളയിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് പൊട്ടിച്ചിരികളൊക്കെ കേൾക്കാം. ഞാൻ പമ്മി പതുങ്ങി അവിടെ നിന്നു. അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അകത്ത് സംസാരമാണ്. അമ്മ എന്തോ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. അതിൻ്റെ നല്ല വാസന എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ 2 പേരും കൂടി ഇതിനകത്ത് പൊരിച്ചെടുക്കുകയാണ്. നോക്കാം എന്താ സംസാരിക്കുന്നതെന്ന് ഞാൻ കാതു കുറിപ്പിച്ച് നിന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, അമ്മേ ഒന്ന് വേഗം തീർക്ക്. എടാ, 5 കൂടെ ഉള്ളൂ, തീർത്തിട്ട് ഞാനങ്ങ് വരുവല്ലേ. ഇന്ന് നമുക്ക് 2 മണിക്കൂർ എക്സ്ട്രാ കിട്ടും, ഓർത്തോണമെന്നും. അത് പിന്നെ എനിക്കറിയില്ലേ, ഇന്ന് 2 മണിക്കൂറല്ല 3 മണിക്കൂർ എക്സ്ട്രാ വേണം എന്ന് പറയുന്നു. അല്ല, നമ്മൾ ഒത്തിരി താമസിച്ചെന്ന് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഓടിയ കാശൊക്കെ എന്നോട് ചോദിക്കുമ്പോഴേക്കും പിന്നെയും അമ്മയ്ക്ക് അധിക കാശ് എനിക്ക് തരേണ്ടി വരും, ഓടിയ കാശാണെന്ന് പറഞ്ഞു. അതല്ലെങ്കിലും നീ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എങ്ങും വിടുന്നില്ലല്ലോ. അപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും അവളുടെ കയ്യിൽ എണ്ണിക്കൊടുക്കുന്നത് എൻ്റെ കാശല്ലേടാ കുട്ട. നിൻ്റെ അമ്മായിച്ചൻ്റെ പാതി പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് പിന്നെ ആർക്കും ചിലവാക്കാനാ. അത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ ഇളയ മകളുടെ ഭർത്താവ് തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നിനക്ക് അവനോട് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ഏയ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ അവനോട് എനിക്ക് നന്ദിയാണ് ഉള്ളത്. അതെന്താടാ അങ്ങനെ? അല്ല, അന്ന് യാദൃശ്ചികമായിട്ട് ഞാൻ അമ്മയെ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ രംഗം കണ്ടതുകൊണ്ടല്ലേ അമ്മ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഒന്ന് പോടാ. അവൻ പിന്നെ എന്നോട് അടുത്ത് പെരുമാറി കഴിഞ്ഞപ്പോൾ അവനെ പിണക്കാൻ പറ്റുമോ? അമ്പടി കള്ളി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അമ്മയെ കൊണ്ടുവിട്ടിട്ട് എൻ്റെ ഭർത്താവ് തിരിച്ച് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഒരു ദിവസം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇളയ മകളുടെ ഭർത്താവിന് വേണ്ടി നെയ്യപ്പം അമ്മ ചുടുന്നത് മൂത്ത മരുമകൻ കണ്ടു. ആ പേരും പറഞ്ഞ് അമ്മായിമ്മയുടെ കൂടെ മൂത്ത മരുമകൻ നിന്ന് ഇപ്പോഴിതാ നേന്ത്രപ്പഴം പൊരിച്ചെടുക്കുന്നു. കൊള്ളാം, ആണുങ്ങളെല്ലാം സ്വാർത്ഥതയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആണുങ്ങളുടെ എല്ലാം സ്വഭാവം ഇങ്ങനെയാണ്. എവിടെ അവസരമുണ്ടോ അതിനുവേണ്ടി അലയുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു, അമ്മയാണെങ്കിൽ പൊരിച്ചെടുത്തോളൂ, ഞാൻ ഒന്ന് സഹായിക്കാമെന്നും. അപ്പം അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, എണ്ണയാ മുന്നിൽ, എണ്ണ മേത്ത് വീഴുമെന്ന്. അപ്പോൾ പറഞ്ഞു, അതൊന്നും വീഴില്ല, ഞാൻ ബാലൻസ് ചെയ്യാം. യോ, ഇവന് എന്തൊരു ആക്രാന്തമാണ്. അപ്പോൾ അനിയന് ഇത്ര ആക്രാന്തമില്ലേ? ആ, അവനീ പറഞ്ഞതുപോലെ ആക്രാന്തമൊക്കെ ഉണ്ടെങ്കിലും നിൻ്റെ അടുത്ത് വരില്ലല്ലോടാ. സൗന്ദര്യം മാത്രമല്ലല്ലോ കാര്യം, മറ്റ് പല കാര്യങ്ങളുമില്ലേ. ഞാൻ പിടിച്ചത് പുളിങ്കൊമ്പാണെന്ന് നീ വന്നു കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അവന് പിന്നെ ആ കാണുന്ന ആ ഒരു ഭംഗിയൊക്കെ ഉള്ളടാ. അല്ലാതെ നോക്കി കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിനക്കാണ് ശരിക്കും ഗുണഗണങ്ങൾ കൂടുതലുള്ളത്.
പക്ഷേ നീ ആദ്യം ഭയങ്കര നല്ലവനും കളിച്ചു, അങ്ങനെയൊന്നും പാടില്ല, മോളുടെ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നിന്റെ ഉള്ളിൽ ആഗ്രഹമില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, കണ്ടപ്പോൾ ഞാനും ഒത്തിരി ആശിച്ചു, പക്ഷെ എങ്ങനെയാ പറയുക, അതുകൊണ്ടാണ് അമ്മയെ ഞാൻ വഴക്ക് പറഞ്ഞതും ഉപദേശിച്ചതും. അതെനിക്ക് മനസ്സിലായി, നിന്റെ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ നിമിഷം തന്നെ പുളിങ്കമ്പ് പിടിച്ചെടുത്ത് ഞാൻ ഇത് സ്വന്തമാക്കിയത് എന്ന് അമ്മ പറയുന്നു. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. വേണ്ട, എണ്ണയാണെന്ന് പറയുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, എണ്ണയാണെങ്കിൽ കൂടുതൽ എളുപ്പമാകുന്നു. രണ്ടുപേരും കൂടെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, കടന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ അവിടെ കാണും. പെട്ടെന്ന് തന്നെ ജനാലയുടെ മുന്നിൽ ഞാനങ്ങ് പ്രത്യക്ഷപ്പെട്ടു. സൈഡിലെ ജനാലയിൽ എന്നെ കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. ആ അവസ്ഥയിൽ അവർക്ക് പിന്മാറ്റം ഇത്തിരി പ്രയാസമായിരുന്നു. ഞാൻ അടുക്കള വാതിൽ മുട്ടാൻ തുടങ്ങി. അമ്മ വന്ന് വാതിൽ തുറന്നു. ഞാൻ തള്ളിക്കയറി ചെന്നു. എൻ്റെ ഭർത്താവിന് 2 കൊടുക്ക തന്നെ ചെയ്തു. അമ്മയും ഭർത്താവിനെയും ഇനി ഞാൻ പറയാനൊന്നുമില്ല. അമ്മയും ഭർത്താവ് അപ്പോഴേക്കും ഒച്ച വെക്കരുത്, നാട്ടുകാരറിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാട്ടുകാരറിഞ്ഞു, നാട്ടുകാരെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കാര്യങ്ങൾ കാണുകയും ചെയ്തു. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അനിയത്തിയുടെ ഭർത്താവ് ഇതിൽ എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അത് പിന്നെ അവനാണ് എന്നോട് അടുത്ത് പെരുമാറാൻ വന്നത്. അപ്പോൾ എൻ്റെ മോളുടെ ഭർത്താവല്ലേ അവനെ പിണക്കി വിടുന്നത് ശരിയല്ലോ എന്നോർത്തിട്ട് ഞാനാണെങ്കിൽ അവന് നെയ്യപ്പം ചുട്ടുകൊടുത്തതാണ്. പിന്നെ ഒരു ദിവസം ഇവൻ യാദൃശ്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനെയും എൻ്റെ കൂട്ടത്തിൽ നിർത്തിയേ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആയിപ്പോയതാ മോളെ. ഞാനൊരു സ്ത്രീയല്ലേ, നിൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് നല്ല പ്രായവ്യത്യാസമുണ്ട്. എനിക്ക് 50 വയസ്സാകുന്നേ ഉള്ളൂ. എൻ്റെ 19ാമത്തെ വയസ്സിലുള്ള മോളാണ് നീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾക്ക് മരുമക്കളെ മാത്രമേ കിട്ടിയുള്ളൂ. ഇവിടെ വേറെ എത്രയോ ആണുങ്ങളുണ്ടായിരുന്നു. തൂക്കാനും വരാനും വരുമ്പോൾ ഇഷ്ടം പോലെ ആണുങ്ങൾ ഈ ചുറ്റോട്ടത്തില്ലേ. അവരെ ആരെങ്കിലും ഫോൺ ചെയ്ത് വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ കണ്ണ് കാണിച്ചാൽ പോരെ. പോട്ടെ, നിങ്ങൾക്ക് വേറെ കല്യാണം വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ, കല്യാണം നടത്തി തരില്ലേ. അപ്പം അമ്മ പറയാണ്, ഇനിയിപ്പോൾ കല്യാണത്തിനൊന്നും ആവശ്യമില്ല. അതല്ലല്ലോ ആവശ്യം, ഇതിപ്പോൾ അറിയാതങ്ങ് സംഭവിച്ചു പോയതാണ്. അത്രയും സുന്ദരനായ എൻ്റെ ഇളയ മരുമക്കൻ എന്നോട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ ഭർത്താവിന് താല്പര്യമില്ലാതിരിക്കൂടി. ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. എനിക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ട്. 2 പെൺമക്കളെക്കാൾ സുന്ദരിയാണെന്ന് എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നും ഞാൻ പറയില്ല മോളെ. പക്ഷേ വിക്ഷേപിച്ച റോക്കറ്റ് എവിടെ പോയി വീഴുമെന്ന് ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ അവസ്ഥയിലാണ് നടന്നു പോയി. ഇനിയിപ്പം നീ വെറുതെ വഴക്കുണ്ടാക്കിയ ആളുകളെ കൂട്ടിക്കഴിഞ്ഞാൽ നിനക്കും എനിക്കും എല്ലാം നാണക്കേടാണ്. നിൻ്റെ ഭർത്താവിനും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീട്ടിൽ തനിയെ കഴിഞ്ഞോളാം. ഇനി നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം മിടുക്കി, ഇനിയിപ്പോൾ തനിയെ താമസിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായി നടക്കും. 2 മരുമക്കളും ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷിക്കാൻ വരും. എൻ്റെ കൂടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു. നീ എങ്ങനെയെങ്കിലും കരുതും. എന്തായാലും ഞാൻ ഇനി നിൻ്റെ കൂടെ വരുന്നില്ല, ഇവിടെ തനിയെ താമസിക്കാൻ പോവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാ നല്ലത്. കാര്യം നിങ്ങൾക്കിനിയും തനിയെ താമസിക്കാൻ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നാണവും മാനമുള്ള സ്ത്രീകൾക്കല്ലേ ഉള്ളൂ പേടി. അമ്മയുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തോണ്ട് തരാം, വാ മനുഷ്യ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ വിളിച്ചോണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് അമ്മയുടെ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഭർത്താവിനെ ഞാൻ വാൺ ചെയ്തു. അവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിനി ഓട്ടോയും കൊണ്ട് യാത്രക്കാരെയും കൊണ്ട് ആ വഴി പോയെന്ന് പറഞ്ഞാലും എനിക്ക് വിളി വരും, സൂക്ഷിച്ചോളാം പറഞ്ഞു. ഭർത്താവ് ഒന്നും പറയാനില്ലായിരിക്കുകയാണ്. അവസാനം എൻ്റെ കാല് പിടിച്ച് അറിയാതെ സംഭവിച്ചു പോയതാണ്. അന്ന് യാദൃശ്ചികമായി നീ വന്നതുപോലെ ആ രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങ് വല്ലാതായിപ്പോയി. പിന്നെ അമ്മ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒത്തുകൂടി സ്റ്റെപ്പിട്ടതാണ് എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനും ഒന്ന് അടങ്ങാൻ ശ്രമിച്ചു. കാര്യം എല്ലാം കുളമായിരിക്കുകയാണല്ലോ. പക്ഷേ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് എൻ്റെ ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങേർ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു പല രംഗങ്ങളും എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും കുറേയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ഒന്നും പണ്ടത്തെ പോലെ സ്നേഹത്തിൽ പരിസമാപ്തിയിലെത്തിക്കാൻ പറ്റുന്നില്ല. അമ്മയെ ഞാൻ വിളിക്കില്ല, പക്ഷേ അമ്മ മരുമകനെ വിളിക്കാറുണ്ട്. ഒരു ദിവസം
ഒന്നും ശരിയാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. എനിക്കത്ര വിശാലമായ മനസ്സൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും കൂടി പ്രേമിച്ച് കല്യാണം കഴിച്ചതാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിലയിലല്ല. എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും വരണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് പോയി വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരാം, അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ഇനിയിപ്പം ഞാൻ തന്നെ മുൻകൈ എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം ഞങ്ങൾ അമ്മയെ കാണാൻ ചെന്നു. അമ്മയുടെ മുഖം വീർത്ത് കിട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ തുടർന്നോളൂ. എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്നാലും എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങേരെ പിടിച്ചെട വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ലഭിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് റിലീസ് ചെയ്യുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി. പക്ഷേ എനിക്ക് സുഖമായി ജീവിക്കാനുള്ള കാശ് അത് കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഡൈവേഴ്സ് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ചിലവിന് കിട്ടണം. കാര്യം നിങ്ങളുടെ മകനെ എനിക്ക് വളർത്താനുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ജീവിക്കാം. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ഞാനും കണ്ണടയ്ക്കാം. പക്ഷേ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് അവകാശങ്ങളോ അധികാരങ്ങളോ സ്ഥാപിക്കാൻ വരരുത്. എനിക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കാനും താല്പര്യമില്ല. ആരെ പ്രേമിക്കാനും താല്പര്യമില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ളവരെ എനിക്കും കൂടെ കൂട്ടാമല്ലോ. എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം. ഞാൻ ഇത്രയും നാളൊരു വീട്ടമ്മയായിട്ടിരുന്നിട്ട് എന്ത് കുന്തമാണ് നേടിയത്? അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. ഒരു വ്യവസ്ഥയുമില്ലാതെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് എന്തോ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അച്ഛൻ്റെ കാശ് കിട്ടിയതിൽ പാതി കിടപ്പുണ്ട്. നിനക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. അതിൽ നല്ലൊരു തുക നിനക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് തരാം. അപ്പോൾ നീ ഒരിക്കലും നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലും ഈ കാര്യത്തിലും ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഉണ്ടാക്കില്ലെന്ന്. അങ്ങനെ അമ്മ നല്ലൊരു തുക എനിക്ക് തന്നു. ആ കാശ് കൊണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു വാടക വീട് ഞാൻ എൻ്റെ പേരിൽ വാങ്ങിച്ചു. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ ഞാനും ഹസ്ബൻഡും കുട്ടിയൊക്കെ ഒരു ഫാമിലിയാണ്. അകത്ത് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാണ്. എൻ്റെ ബെഡ്റൂമിൽ ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. അമ്മ ആഴ്ച 2-3 ദിവസം തനിയെ ആ വീട്ടിൽ താമസിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ താമസിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവും അമ്മായിമ്മയും കൂടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. പിന്നെ 2 ദിവസം അമ്മ വീട്ടിൽ പോയി നിൽക്കുന്നത് അനിയത്തിയുടെ ഭർത്താവ് വരുമ്പോൾ അവന് നെയ്യപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് എല്ലാം സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. പണ്ട് എൻ്റെ പുറകെ നടന്ന് പ്രേമിച്ച് ഹസ്ബൻഡ് ഇപ്പോൾ എന്നോട് പറയുന്നത്, പണ്ട് തൊട്ടേ പ്രായം കൂടി സ്ത്രീകളോടായിരുന്നു താല്പര്യം. അന്ന് പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ ഒരാളെ പ്രേമിക്കാൻ നടന്നു കഴിഞ്ഞാൽ സമൂഹം കളിയാക്കും എന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ പുറകെ നടന്നത്. ഇപ്പോഴാണ് യഥാർത്ഥ ജീവിതം ലഭിച്ചതെന്ന് പറയുന്നു. ഭർത്താവിൻ്റെ മാനസികാവസ്ഥയെപ്പറ്റി ഏകദേശം മാഡത്തിൻ്റെയൊക്കെ കുറേ വീഡിയോയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിന് ഇങ്ങനെയൊരു മെയിൽ അയച്ചത്. എന്തായാലും എൻ്റെ ജീവിതം എങ്ങനെയാണ്, പക്ഷേ ഒരു കണക്കിന് നോക്കുമ്പോൾ എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യാനൊന്നും എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. എനിക്ക് പറ്റിയ ആളുകൾ വരുമായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തൊരു വീട്ടമ്മയാണിത്. കാര്യം ഇത്രയും കുളമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അവർക്ക് അവരുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ പറ്റി. അതേപോലെ പല നിബന്ധനകളും അവരവിടെ മെനഞ്ഞെടുത്തു. ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിച്ചു, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കി. അങ്ങനെ അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്ത് സക്സസ് ആയൊരു വ്യക്തി തന്നെയാണെന്ന് പറയാം. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, എന്തിനാണ് വേറൊരു കല്യാണം കഴിക്കുന്നത്? ഒന്ന് കഴിച്ചത് തന്നെ അവർക്ക് കുളമായിരിക്കുകയാണ്. ഇനി അവർ വിവാഹം കഴിക്കേണ്ട കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കരുത്. നമ്മളെപ്പോഴും സ്വതന്ത്രമായി നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ തലവേദനകളില്ലാത്തൊരു പങ്കാളികൾ മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. സ്വാതന്ത്ര്യമൊക്കെ നല്ലതാണെന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സ്വതന്ത്രമായി നടക്കുന്ന ആളുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ബന്ധമുണ്ടായാലും നമ്മൾ സ്വതന്ത്രരായിരിക്കണം, അവർ സ്വതന്ത്രരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതല്ലാതെ വിവാഹബന്ധങ്ങളിൽ വിശ്വസ്തത പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിവാഹം നടക്കുന്നത്. അതിനിടയ്ക്ക് അലകുലത്തുകൾ കാണിക്കേണ്ട കാര്യമില്ല. കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതിനൊരു തെളിവാണ് ഈ ഒരു ജീവിതകഥ എന്നത് സംശയലേശമന്യേ നമുക്ക് പറയാം.